Hello guys, welcome back to another episode of our series. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇത് നമ്മുടെ 40ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ നമ്മൾ 40ാമത്തെ എപ്പിസോഡ് വരെ നമ്മുടെ ഈ ഒരു സീരീസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും വീഡിയോകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എന്തായാലും നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വാള് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇതുവരെ ബിൽഡ് ചെയ്ത സാധനങ്ങളൊക്കെ ചുറ്റി വരിഞ്ഞുകൊണ്ടൊരു മതിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു മതിലാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ താഴത്തെ കുളത്തിൻ്റെ ഭാഗമൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല. സോ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അങ്ങനെ വളച്ചു കൊണ്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു ബിൽഡിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം ഇതൊരു മല പോലെ ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നമുക്കിവിടെ ഫില്ലൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കിയിട്ട് ഈ സൈഡിൽ കൂടെ കയറി നമുക്ക് ആ ഒരു മതിൽ അങ്ങോട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്കൊരു സ്റ്റെയർ എടുത്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന പോലെ ഇതേപോലെ ചരിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സ്ലാബ് എടുത്തതിന് ശേഷം വെക്കുമ്പോൾ നമുക്കൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതെന്ത് ഡിസൈൻ ആണെന്ന് ചോദിച്ചാൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലൊരു സംഭവം നമുക്ക് കിട്ടും. അപ്പം അതാണ് നമ്മൾ ആദ്യം തന്നെ വെക്കുന്നത്. മീൻസ് ആ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യം വെച്ചു കൊടുക്കുന്നത്. ദെൻ നമുക്ക് ഈ ഒരു ലീവ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് അത്യാവശ്യം കുറേ സമയം എടുക്കുന്നൊരു ബിൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ലീവ്സ് എടുത്ത് ഇതേപോലെ വെച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോൺ ബ്രിക്കിൻ്റെ വാളെടുത്തിട്ട് ഒരു 3 എണ്ണം ഇതുപോലെ വെക്കുക. എന്നിട്ട് അപ്പുറത്തെ ഡിസൈൻ തന്നെ ലീവ്സ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫെൻസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫെൻസാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മതിൽ പോലത്തെ ഒരു സാധനം സെറ്റാവും. പിന്നെ ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ലൈക്ക് ഈ 2 ഫെൻസിൻ്റെ നടുക്കായിട്ട് ഇത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അവിടെ ഫെൻസ് ഗേറ്റ് വെക്കുവാണ്. അപ്പോൾ അവിടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഫെൻസിൻ്റെ ഗേറ്റ് എടുത്തിട്ട് ഇതേപോലെ ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ കണ്ടോ വേറൊരു ഡിസൈൻ അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് ഇത് മതിൽ ഫുള്ള് സെറ്റ് ആക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ള് ഇരുന്നിട്ട് ഈ ഒരു മതിൽ ഫുള്ള് പണിയോ എനിക്കറിയത്തില്ല. പക്ഷേ പറ്റുന്നത്ര ഞാൻ പണിഞ്ഞ് വെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നമ്മളിത് അവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ 2 ബ്ലോക്ക് 2 സ്റ്റെയർസ് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ആയിട്ടും ഇപ്പുറത്തെ സൈഡിലായിട്ടും ഇതേപോലെ സ്റ്റെയർ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് മാത്രം നമ്മൾ സ്ലാബ് എടുത്തതിന് ശേഷം വെക്കണം. ഇവിടെ ആയിട്ട് ഒരു സ്ലാബ് എടുത്ത് വെക്കുവാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇതിൻ്റെ മണ്ടയിലായിട്ട് ഇതേപോലെ വെക്കുക. അപ്പോൾ അവിടെ വേറൊരു ഡിസൈൻ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇതേപോലെ ഫെൻസ് ഗേറ്റിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ആ സാധനം തുറന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സിറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അത് ഒന്നും കുഴപ്പമില്ലാതെ ഇതേപോലെ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഫെൻസിൻ്റെ ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ മതിലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മെയിൻ എൻട്രൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെക്കുക. ഇതേപോലെ 6 ബ്ലോക്ക് ഹൈല് ഇങ്ങനെ തിരിച്ചിട്ട് നേരെയും അങ്ങനെ 6 ബ്ലോക്ക് ഹൈല് ഇതേപോലെ ഇങ്ങനെ വെക്കണം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, മതിലിൻ്റെ നടുക്കൊരു എൻട്രൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അതായിരിക്കും. അതേ സെയിം തന്നെ അപ്പുറത്ത് നമ്മൾ പണിയണം. ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലൊന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഞാൻ ഇവിടെ ആയിട്ട് അപ്പുറത്തെ സൈഡിലായിട്ടും ഇതേപോലെ വെച്ചു. ദെൻ ഇതുപോലെ വീണ്ടും ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാനിത് ഒരു 3 ബ്ലോക്ക് ഹൈല് ഇതേപോലെ 2 ട്രാപ്പ് ഡോർ ഇതിന്റെ മണ്ടയിലായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഡിസൈൻ്റെ ഭാഗമാണ്. സോ അതങ്ങനെ നമ്മൾ വെക്കുവാണ്. ഇനി നമ്മൾ ആ ടോപ്പിലോട്ട് കയറിയതിന് ശേഷം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു മേളിൽ നിന്ന് താഴോട്ടുള്ള 2ാമത്തെ ഈ ഒരു ബ്ലോക്കിൽ ഒരു സ്ലാബ് അല്ല ഒരു സ്റ്റെയർ എടുത്തിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന പോലെ വെക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സ്പേസിലിട്ട് ഒത്തിരി ക്ലിക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ താഴത്തെ ഒരു ചെറിയ സ്പേസിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റെയർ എടുത്ത് നേരെ തിരിച്ച് ഇതേപോലെ വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വീണ്ടും ഒരു സ്റ്റെയർ ഇതേപോലെ തിരിച്ചു വെച്ചു കൊടുത്തു. അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇതേപോലെ ഞാൻ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ ആ ഒരു താഴത്തെ ചെറിയൊരു സ്പേസിലായിട്ട്
ഒരു സ്ലാബ് എടുത്തതിന് ശേഷം വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു താഴ്ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ആ ഒരു സ്റ്റെയർ അല്ല സ്ലാബോടെ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ രണ്ട് ഭാഗവും അതേപോലെ തന്നെ ഈ ഒരു ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ഏറ്റവും മുകളിലത്തെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു സംഭവം നമുക്ക് ചെയ്യാനുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മേപ്പോട്ട് കയറിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ മേളിൽ കയറിയതിന് ശേഷം നമ്മൾ 2 സ്റ്റെയർസ് എടുത്തിട്ട് ഈ ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ഇങ്ങനെ വെക്കുവാണ്. എന്നിട്ട് അതിന്റെ നടുക്കത്തെ ഒരു സ്പേസിനകത്ത്, അതായത് സെന്ററിൽ ഒരു സ്പേസ് കിട്ടുമല്ലോ, ആ സ്പേസിലായിട്ട് നമ്മൾ ഫെൻസ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുവാണ്. എന്നിട്ട് ഒരു ലാൻഡേൺ എടുത്ത് ആ ഫെൻസിന്റെ താഴോട്ട് ഇതുപോലെ തൂക്കിയിടുമ്പോൾ നമുക്കൊരു സംഭവം കിട്ടും. കാണാൻ അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട്. ഇനിയും ഇത് കുറച്ചും കൂടെ ബെറ്റർ ആക്കും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നതല്ല, ഇനിയും കുറച്ചുകൂടെ സെറ്റ് ആകാനുണ്ട് ഇത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കയറണം. അപ്പൊ നമ്മൾ ഡേർട്ടൊക്കെ എടുത്ത് മുകളിൽ കയറിയതിന് ശേഷം നമ്മളൊരു സ്റ്റെയർ അങ്ങോട്ട് എടുക്കുക. സ്റ്റെയർ എടുത്തിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ ട്രാപ്പ് ഡോർ എടുക്കണം. അപ്പൊ ഇതിനകത്തെല്ലാം സ്പ്രൂസിന്റെ സാധനങ്ങളാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആയിട്ടൊരു ട്രാപ്പ് ഡോർ, അതിന്റെ ഫ്രണ്ടിൽ ഒരു ട്രാപ്പ് ഡോർ, ട്രാപ്പ് ഡോർ ഓക്കെ. അപ്പൊ ട്രാപ്പ് ഡോർ എടുത്ത് വെക്കണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും ഇത് സെയിം പോലെ തന്നെ ഫസ്റ്റ് ഒരു സ്റ്റെയർസ് എടുത്ത് തിരിച്ചു വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ട്രാപ്പ് ഡോർ എടുത്ത് ഇതേപോലെ, എന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ വരണം. അപ്പോൾ അത് നേരെ വെക്കാനായിട്ട് ഇരുന്നിട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വെക്കുവാണ്. വെച്ച് കഴിഞ്ഞ ശേഷം നോക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇച്ചിരി ദൂരത്തേക്ക് മാറിയിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാവും, കണ്ടോ? അപ്പൊ ആ സൈഡിൽ കൂടെ ഒരു ചിറക് പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ആവും. അപ്പൊ അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുള്ള ഈ ഒരു ഡേർട്ട് കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കളയും. അപ്പൊ കുറച്ചുകൂടെ ഒരു സ്പേസും കിട്ടും. മതിലിന്റെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഡേർട്ട് കുത്തി നിറയാതെ ആ ഒരു ഭാഗം ക്ലീൻ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മളിതാ ഏകദേശം ഒക്കെ സെറ്റാക്കി. ഞാനാണെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഫുൾ ഭയങ്കര മഴയാണ്. അപ്പോൾ ഈ മഴ തോരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം എനിക്കില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് മഴ തോരുന്നതിന് മുമ്പ് അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടോ. ഞാൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഏകദേശം ഒക്കെ ഇതേപോലെ സ്പേസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ഡേർട്ടൊക്കെ ഞാൻ പൊട്ടിച്ച് മാറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഫെൻസ് മതിൽ കൂടുതൽ കൂടെ വലുതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും കുറച്ചൊക്കെ ഒന്ന് വലുതാക്കാം. ഈ ഐലൻഡ് ഫുൾ ചുറ്റിക്കാനുള്ള ഒരു പ്ലാനൊന്നും ഇല്ല. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ചുറ്റിയിരിക്കുന്ന ഒരു മതിലെന്ന് തോന്നണം. അപ്പൊ അതുപോലെയൊക്കെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് മഴ തുറന്നപ്പോൾ എടുത്തൊരു സ്ക്രീൻഷോട്ടാണ് യൂസ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഇഷ്ടപ്പെട്ട എൻ്റെ ലൈക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഞാൻ കൂടുതലും ബിൽഡിങ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. കാരണം ഇത് ആ ഒരു മതിലിന്റെ പിന്നെ അതേ സെയിം തന്നെ റിപ്പീറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ബിൽഡിങ്ങിന്റെ വീഡിയോസ് ഒന്നും എടുക്കാതെ ഇരുന്നത്. സോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും അടുത്തിടെ കാണാം. അതുവരേക്കും സേ ഗുഡ് ബൈ.